ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസ്റ്റ് മെക്കോവ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു പാർട്ട് ജി യു എയിൽ വരുന്ന ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു. അതായത് മെനു ബാർ, സ്റ്റാറ്റസ് ബാർ, അതുപോലെ നമ്മുടെ ഡിസൈൻ ട്രീ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് വേറൊന്നുമില്ല. നമ്മളൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ എന്തെല്ലാം സെറ്റിങ്സുകൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മുടെ മെനു ബാർ ഒന്നുകൂടെ ഒന്ന് പറയുവാണ്. നമ്മുടെ മെനു ബാറിനകത്ത് ഫയലിനകത്ത് വരുമ്പോൾ നമ്മൾ സേവ്, ഓപ്പൺ, ന്യൂ, ഈ ഒരു 3 കമാൻഡ്സാണ് നമ്മൾ മെയിനായിട്ട് എന്തിന് യൂസ് ചെയ്യുന്നത്, ഫയലിൽ യൂസ് ചെയ്യുന്നത്. ദെൻ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റീബിൽഡ്, അൺഡു, റീഡു, സെലക്ട് ഓൾ, കട്ട്, കോപ്പി, പേസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ വരും, എഡിറ്റിനകത്ത് വരും. വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ സ്റ്റൈൽ ആൻഡ് ക്യാമറ വ്യൂ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനാണ് വ്യൂവിനകത്ത് വരുന്നത്. ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ എൻ്റയർ 3D മോഡലിംഗ് ടൂൾസ്, നമുക്ക് 3D ചെയ്യാൻ ആവശ്യമായ ടൂൾസ് എല്ലാം എവിടെയാണ് വരുന്നത്, ഈ ഒരു ഇൻസേർട്ടിനകത്താണ് വരുന്നത്. അതുപോലെ ടൂൾസിലേക്ക് വരുമ്പം നമുക്ക് ആഡിൻസ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ 2D ഡ്രോയിങ് ടൂൾസ്, ഇപ്പോൾ ഈ സ്കെച്ച് ടൂൾസ്, അങ്ങനെയുള്ള ലൈൻ, ആർക്ക്, സർക്കിൾ, ഇങ്ങനെ വരുന്ന 2D ഡ്രോയിങ് ടൂൾസൊക്കെ എവിടെ വരും, ഈ ഒരു ടൂൾ ടാബിനകത്താണ് ക്രിയേറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ വിൻഡോനകത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വർക്ക് സ്പേസ് ഡിവൈഡ് ചെയ്യാനും 2 ഫയൽ ഒരുമിച്ച് കാണാനും ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ്, ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന ഫയൽ കാണാനുള്ള ഓപ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ വരും, വിൻഡോനകത്ത് വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെനു ബാർ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ സോളിഡ് വർക്ക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് യൂണിറ്റിലാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ വർക്ക് സ്പേസിനകത്ത് റൈറ്റ് സൈഡ് കോർണറിലായിട്ട് ഇവിടെ കണ്ട MMGS എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഫ്റ്റ്വെയർ ഏതിലാണ് അല്ലെങ്കിൽ ഏത് യൂണിറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കുന്ന സമയത്ത് എൻ്റെ എന്താണ്, MMGS മില്ലിമീറ്ററിലാണ് എൻ്റെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്ത് ഞാൻ വെച്ചേക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇഞ്ചുണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട്, അതുപോലെ മീറ്റർ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണ്. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, യൂണിറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു മെത്തേഡ്. അടുത്ത ഞാൻ പറയുന്നത് ഈ യൂണിറ്റിൻ്റെ മെയിൻ പാത്ത്. അപ്പോൾ ഈ മെയിൻ പാത്ത് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഓപ്ഷൻസിനകത്ത് നമുക്ക് എന്തുണ്ട്, നമ്മുടെ എൻ്റയർ സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിനകത്ത് ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടിക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ യൂണിറ്റിൻ്റെ മെയിൻ പാത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിഫൈൻഡ് ആയിട്ടുള്ള 4 യൂണിറ്റ്സ് നമുക്കിവിടെ ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു യൂണിറ്റ്, കസ്റ്റം യൂണിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വരിക, ഈ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്യുക. ദെൻ താഴെ കണ്ടോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം, ഞാനിപ്പോൾ MMGSൽ ഇരിക്കുമ്പോൾ ഉണ്ടോ, ഇവിടെ എനിക്ക് ഈ മില്ലിമീറ്റർ ഇതെല്ലാം ഇനാക്റ്റീവാണ്. കസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കതെല്ലാം എന്താവും, ആക്റ്റീവ് ആവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നുള്ളത് മില്ലിമീറ്റർ കിലോഗ്രാം സെക്കൻഡ് എന്ന് എനിക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഗ്രാം, അതായത് മാസ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഗ്രാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് സ്പേസിൽ നോക്കി ഇവിടെ കസ്റ്റം എന്നായിരിക്കും യൂണിറ്റ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റം യൂണിറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇപ്പം എൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് സെറ്റ് ചെയ്യുക. അപ്പം യൂണിറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്തോണം, യൂണിറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ വരയ്ക്കണം. അപ്പോൾ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഒരു പ്ലെയിൻ വേണം. അതായത് നമ്മൾ 2D സ്കെച്ചസ് ആണ് വരയ്ക്കുന്നത്. സോ 2D വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു സർഫസ് വേണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലെയിൻ, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ വരയ്ക്കേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പറഞ്ഞു കൊടുക്കണം, എനിക്ക് ഇവിടെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ സെലക്ഷൻ എന്ന് പറയും.
ഓക്കെ, ഏത് പ്ലെയിനിൽ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് പ്ലെയിനിൽ വരയ്ക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഡിസൈൻ ട്രീക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രണ്ട് പ്ലെയിൻ, ടോപ്പ് പ്ലെയിൻ, റൈറ്റ് പ്ലെയിൻ. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പ്ലെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ട് ഒരു കണ്ണിൻ്റെ സിമ്പൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടൂളുണ്ട്. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലെയിൻ ഇവിടെ ഷോ ചെയ്യാൻ പറ്റും. അതായത് ഹൈഡ് ആൻഡ് ഷോ ചെയ്യാനുള്ളൊരു സിമ്പലാണ് എന്ത്, ഈ ഒരു ഐ സെക്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഹൈഡ് ഓൾ ടൈപ്പ് എന്ന് പറയുന്നൊരു സെക്ഷൻ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ പ്ലെയിൻസ് എല്ലാം ഒന്ന് ഷോ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 3 പ്ലെയിൻസ്. ഓക്കെ, ഫ്രണ്ട്, ടോപ്പ്, റൈറ്റ്. ഇതാണ് നമുക്ക് വരുന്ന ഡിഫോൾട്ടായിട്ട് വരുന്ന എന്ത്, പ്ലെയിൻസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ. നമ്മൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഏതെങ്കിലും ഒരു പ്ലെയിൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് പ്ലെയിൻ ആണോ വേണ്ടത് ആ പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഇത് ആക്ച്വലി ഇതിലുള്ള ഏറ്റവും ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. പ്ലെയിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു പോപ്പപ്പ് വിൻഡോ ഇവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ജസ്റ്റ് മൗസ് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയേ, ആ വിൻഡോ പോയി. ഓക്കെ, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലിക്കിലാണ് ഈ ഒരു വിൻഡോ അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വിൻഡോ വന്നു. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ടൂളായിട്ട് എന്ത് കാണാൻ പറ്റും, സ്കെച്ച് എന്ന് പറയുന്ന ടൂൾ കാണാം. ആ സ്കെച്ച് എന്ന് പറയുന്ന ടൂൾ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾ ഏത് പ്ലെയിൻ ആണോ സെലക്ട് ചെയ്തത് ആ പ്ലെയിൻ നിങ്ങൾക്ക് നോർമലായിട്ട് വന്ന് നിൽക്കും. ദെൻ ഈ പ്ലെയിനിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിൽ. ഓക്കെ, സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക, അതിൽ എന്ത് അപ്ലൈ ചെയ്യുക, സ്കെച്ച് ടൂൾ അപ്ലൈ ചെയ്യുക. ഇതൊരു മെത്തേഡ്. ക്ലിയർ ആണല്ലോ അത്. സെക്കൻഡ് മെത്തേഡ് അല്ല, അടുത്തൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ കമാൻഡ് മാനേജറിൽ സെക്കൻഡ് ടാബ്, അതായത് സ്കെച്ച് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ 2D ഡ്രോയിങ് ടൂൾസ് എല്ലാം വരുന്നത്. സോ ഇതിൽ നമ്മുടെ ഫസ്റ്റത്തെ ടൂൾ അതാ ഇവിടെ കാണിക്കാം, എന്ത്, സ്കെച്ച്. നിങ്ങൾ എന്ത് ചെയ്യുക, ടൂൾ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പ്ലെയിൻ ആണോ വേണ്ടത് ആ പ്ലെയിൻ വന്നിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും ചെയ്യാം. അതായത് 2 മെത്തേഡ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, സ്കെച്ച് ടൂൾ എടുത്തിട്ട് നമ്മൾ പ്ലെയിൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തത് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കെച്ച് ടൂൾ ആക്ടിവേറ്റ് ചെയ്യുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവും, ഇത് വർക്കാവും. അപ്പം പ്ലെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ, സ്കെച്ച് എടുക്കാൻ മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഈ സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. ഒന്നുമില്ല, നിങ്ങളുടെ ഈ വർക്ക് സ്പേസിൽ തന്നെ ഇവിടെ ഉണ്ട്, മുകളിൽ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കെച്ചിൻ്റെ സിമ്പിൾ കാണാം. ഇതാണ് നമ്മുടെ എക്സിറ്റ് സ്കെച്ച് എന്ന് പറയുന്ന സെക്ഷൻ. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, സ്കെച്ചിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ അത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഈ പ്ലെയിനിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ എന്നുള്ളത്. ഇല്ല, നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലും വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ടൊരു സാധനം കാണിച്ചത്, ഞാനിപ്പോൾ ഈ പ്ലെയിൻ സെലക്ട് ചെയ്തു, സ്കെച്ച് എടുത്തു, ഞാനൊരു റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കുവാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ വരച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനൊരു സോളിഡ് ബ്ലോക്ക് ആയിട്ട് എടുത്തു. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സോളിഡ് ബ്ലോക്ക് കാണാമല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഈ ഏതെങ്കിലും ഒരു ഫേസിൽ എനിക്കൊരു സ്കെച്ച് ക്രിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം, ഒന്നും ചെയ്യാനില്ല. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ. പ്ലെയിൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം, സ്കെച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ട. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കണ്ടോ, ആ സ്കെച്ചിനെ പോലെ തന്നെ ഉള്ളൊരു സാധനമുണ്ട്, എഡിറ്റ് സ്കെച്ച് എന്ന് പറയുന്നത്. ഈ എഡിറ്റ് സ്കെച്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു സ്കെച്ച് വരച്ചല്ലോ, ആ സ്കെച്ചിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് എന്ത്, ഈ മുകളിൽ കാണുന്ന എഡിറ്റ് സ്കെച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഞാൻ എഡിറ്റ് സ്കെച്ച് കൊടുക്കുമ്പോൾ കണ്ടോ, ഞാൻ ആ വരച്ച മോഡലിൻ്റെ സ്കെച്ചിലേക്കായിരിക്കും എന്താവുന്നത്, എഡിറ്റിങ്ങിലേക്ക് പോകുന്നത്. ഞാൻ എക്സിറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുവാണ്. ഇവിടെ എന്ത് ചെയ്യുക, സ്കെച്ച് അപ്ലൈ ചെയ്തു.
സെയിം ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് വരച്ച് കാണിച്ചു തരാം. ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു കണ്ടോ. അപ്പോൾ ഞാൻ സ്കെച്ച് നെക്സ്റ്റ് ചെയ്യുവാണേ. അപ്പോൾ നോക്കിയേ ആ സ്കെച്ച് എവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു ഫേസിലല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫേസ് അല്ലെങ്കിൽ പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു സ്കെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, ഈ സിലിണ്ടറിക്കൽ ഫേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്കെച്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സ്കെച്ച് ചെയ്യണമെങ്കിൽ എന്ത് തന്നെ വേണം, ഒരു പ്ലെയിൻ സെക്ഷൻ തന്നെ നമുക്ക് വേണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഞാനിവിടെ എൻ്റെ ഈ പ്ലെയിൻസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുവാണേ. ഞാൻ ഈ കൺട്രോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സെലക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ഷന് നമ്മളിവിടെ കൺട്രോളാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ കൺട്രോൾ ഹോൾഡ് ചെയ്ത് എൻ്റെ 3 പ്ലെയിനും സെലക്ട് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുവാണ്, ഹൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഞാനിപ്പോൾ വരച്ച ഒരു സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ സ്കെച്ച് ഒന്ന് എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പം ഡിലീറ്റ് ചെയ്യാൻ എത്രേ ചെയ്യാനുള്ളൂ. ട്രീക്കകത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, സ്കെച്ച് കാണാം. സ്കെച്ച് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കീബോർഡിൽ എന്ത് കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കാം. ഡിലീറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു കൺഫർമേഷൻ ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നിങ്ങൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ഡിലീറ്റ് ആവും. ഇനി നിങ്ങൾക്ക് അത് അൺഡു ചെയ്തെടുക്കണം. ജസ്റ്റ് എന്ത് ചെയ്യുക, കൺട്രോൾ സെറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, അൺഡു ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്കെച്ച് എഡിറ്റ് ചെയ്യണം. എന്ത് ചെയ്യുക, സ്കെച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ എന്താവും, സെലക്ട് ആവും. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ടോ, അവിടെ മൗസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എഡിറ്റ് സ്കെച്ച്. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കെച്ച് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ അത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളിഡ് വർക്ക്സിൽ ഒരു സ്കെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു വ്യൂ ക്യൂബ് പോലത്തെ ഒരു സാധനം വരുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡയലോഗ് ബോക്സിൽ വന്ന് ഇതിങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യൂ ക്യൂബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് സ്പേസ് ബാർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഈ സ്പേസ് ബാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വ്യൂ ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സാധനം ഓൺ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യൂ ക്യൂബിൻ്റെ മെയിൻ ഭാഗത്ത് അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ മുകളിൽ ഇവിടെ കണ്ട വ്യൂ ഓറിയൻറ്റേഷൻ, ഈ സെയിം സാധനമാണ് എന്ത് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ ഓറിയൻറ്റേഷൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ടൂൾ ബാറിലുള്ള വ്യൂ ഓറിയൻറ്റേഷൻ്റെ ഷോർട്ട് കീ ആണ് നമ്മുടെ സ്പേസ് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ചില സമയത്ത് അല്ലെങ്കിൽ ചില സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് സ്പേസ് ബാർ ഞെക്കുമ്പോൾ വ്യൂ ക്യൂബ് കാണുന്നില്ല. ഉണ്ടോ, ഇപ്പോൾ ഞാൻ സ്പേസ് ബാർ ഞെക്കിയപ്പോൾ നമുക്ക് നമ്മളെ കമാൻഡ് വിൻഡോ വന്ന്, പക്ഷെ എന്തില്ല, വ്യൂ ക്യൂബ് കാണുന്നില്ല. വേറെ ഒന്നുമില്ല, ഈ ഓറിയൻറ്റേഷൻ ഇവിടെ തന്നെ കണ്ടോ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, വ്യൂ സെലക്ടർ. ഈ സാധനം എന്ത് ചെയ്യണം, ഓൺ ചെയ്തിടണം. ഇത് ഓൺ ചെയ്തിട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വ്യൂ ക്യൂബ് ഇവിടെ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.